ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നത് തിരുച്ചെണ്ടൂരിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള വഴിയാണ് കേട്ടോ. കൂടംകുളം ആണവ നിലയത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഈ കാണുന്നതാണ് കൂടംകുളം ആണവ നിലയം. ഈ ആണവ നിലയം ഇവിടെ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ പരിസരത്തൊന്നും ജനവാസ മേഖലയല്ല. ഞങ്ങൾക്ക് തിരുച്ചെണ്ടൂർ അമ്പലത്തിൻ്റെയും ബീച്ചിൻ്റെയൊക്കെ അവിടെ കുറച്ചും കൂടി സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഞങ്ങൾ കന്യാകുമാരിയിൽ എത്തുമ്പോൾ രാത്രി ഒത്തിരി ലേറ്റാവും. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ അവിടുന്ന് പുറപ്പെട്ടു. ഞങ്ങൾ രാത്രി വന്ന് കന്യാകുമാരി സ്റ്റേ ചെയ്തു. ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ബീച്ച് കാണാൻ വന്നത്. ആ കാണുന്നതാണ് വിവേകാനന്ദ പാറ. 11 മണിയായത് കാരണം നല്ല ചൂടായിരുന്നു. അത് കാരണം ബീച്ചിലിറങ്ങാനുള്ള മൂടൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇവിടെ ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഒത്തിരി ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട്. എല്ലാ ഐറ്റത്തിനും അത്യാവശ്യം നല്ല വിലക്കുറവാണ് കേട്ടോ. അറബിക്കടലിൽ ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, ഈ മൂന്നിൻ്റെയും കൂടിയുള്ള ഒരു സംഗമ സ്ഥലമാണ് കന്യാകുമാരി. കന്യാകുമാരിയുടെ ഏറ്റവും അടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരമാണ് കേട്ടോ. വെയിലും ചൂടും ഒന്നും പ്രശ്നമല്ലാത്ത ഒത്തിരി പേര് ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അവരെയൊക്കെ നോക്കി കുറച്ച് നേരം നിന്നു. ഇവിടെ ബീച്ചിലിറങ്ങിയവർക്ക് പ്രത്യേക വേഷങ്ങളൊന്നുമില്ല. സാരി, ചുരിദാർ അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ഇട്ട് തന്നെയാണ് അവർ ബീച്ചിലിറങ്ങി ആസ്വദിക്കുന്നത്. ആ കാണുന്നതൊക്കെ ചെറിയ ചെറിയ സ്റ്റാളുകളാണ്. ഞങ്ങളും അവിടുത്തെ സ്റ്റാളുകളിൽ നിന്നൊക്കെ ചെറിയ പർച്ചേസൊക്കെ നടത്തിയിട്ടാണ്.